എയർപോർട്ടിൽ മക്കളെ സ്വീകരിക്കാൻ നിൽക്കുന്ന അപ്പം കരയുന്ന കാണാം അല്ലേ? അമ്മ കരയുന്ന കാണാം. അതെന്താ? സ്വീകരിക്കാൻ നിൽക്കുന്ന അപ്പം കരയുന്നത് സങ്കടത്തിന്റെ കണ്ണുനീരല്ല, കുഞ്ഞിനെ കണ്ട ആനന്ദത്തിന്റെ കണ്ണുനീരാണ്. എല്ലാവരും ഒന്നിച്ചൊരു സോദരം പറഞ്ഞേ. വെളിപ്പാട് പുസ്തകം പറയും, ദൈവം താൻ അവരുടെ ദൈവമായിരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന്. ഞാൻ ചോദിച്ചു, കർത്താവേ, സ്വർഗത്തിലെന്ത് കണ്ണുനീര്? സ്വർഗത്തിൽ ചെല്ലുന്ന ഓരോ ദൈവ പൈതലും ഇവിടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കാണുമ്പോൾ അവന്റെ കണ്ണ് പറയും. നമ്മുടെ കർത്താവ് തന്റെ കുഞ്ഞുങ്ങളെ മാർവോട് ചേർത്ത് പിടിക്കും. സ്വർഗത്തിലെത്തുമ്പോൾ നമ്മുടെ യേശുപ്പച്ചന്റെ മാർവോട് ചേർന്നിരിക്കും. അപ്പൊ അവന്റെ മാർവിലെ മുറിവുകൾ എനിക്കായി മുറിഞ്ഞവനെ കാണുമ്പോൾ ഞാൻ കരഞ്ഞിടും. കർത്താവിന്റെ മാർവോട് ചേർന്നൊരു ദൈവം നിൽക്കുമ്പോൾ അവൻ കരയും. അവനൊന്നും പറയാനില്ല യേശുപ്പച്ചനോട്. യേശുപ്പച്ചൻ മാർവോട് ചേർത്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് കണ്ണുനീര് തുടയ്ക്കും. അതോടുകൂടി കണ്ണുനീർ വരുത്തുന്ന ഒരു കണ്ണുനീർ ഗ്രന്ഥിയുണ്ട്, അത് തുടച്ചു കളയും. ഇനി മരണമുണ്ടാകില്ല, ഇനി ദുഃഖമുണ്ടാകില്ല, ഇനി മുറവിളി ഉണ്ടാകില്ല. ഇതാ ഞങ്ങളുടെ പ്രത്യാശ. ഇതാ ഞങ്ങളുടെ പ്രത്യാശ.